ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 5. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തഛേദസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവത്പിരവാപ്യതേ. വിവർത്തനം. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. ഭാവാർത്ഥം: ഭഗവാന്റെ അവ്യക്തവും അചിന്ത്യവും അവ്യക്തഗതവുമായ ഭാവത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ശ്രമിക്കുന്നവരെ ജ്ഞാനയോഗികളെന്ന് പറയുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരെ ഭക്തിയോഗികളെന്നും വിളിക്കുന്നു. ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് നിർവചിക്കുകയാണിവിടെ. രണ്ടിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയെങ്കിലും ജ്ഞാനയോഗത്തിൻ്റെ വഴി പ്രയാസമേറിയതാണ്. ഭക്തിയോഗമാകട്ടെ നേരിട്ടുള്ള ഭഗവത് സേവനമാകയാൽ നിഷ്പ്രയാസവും അത് ശരീരധാരിയായ ജീവാത്മാവിന് തികച്ചും സ്വാഭാവികവുമാണ്. സ്മരണാതീത കാലം മുതലേ ശരീരബദ്ധനാണ് ജീവാത്മാവ്. അതുകൊണ്ട് താൻ ശരീരമല്ലെന്ന് വെറുതെ സൈദ്ധാന്തികമായി മനസ്സിലാക്കാൻ ഈ ജീവാത്മാവിന് പ്രയാസമുണ്ട്. മനസ്സിലുറച്ച ശരീരകൽപ്പനയ്ക്ക് അനുയോജ്യമാകും വിധം ഭക്തിയോഗി കൃഷ്ണവിഗ്രഹത്തെ ആരാധ്യമായി കരുതുന്നു. പരമദിവ്യോത്തമ പുരുഷനെ ഭഗവത് രൂപത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നത് തീർച്ചയായും പ്രതിമാപൂജയല്ല. പരമപുരുഷനെ സഗുണനായും നിർഗുണനായും അഥവാ ഗുണങ്ങളോടുകൂടിയും അല്ലാതെയും സങ്കല്പിച്ചുപാസിക്കാമെന്ന് വൈദിക സാഹിത്യങ്ങളിൽ തെളിവുകളുണ്ട്. അമ്പലത്തിൽ വെച്ച് ചെയ്യുന്നത് സഗുണാരാധനയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഭഗവാൻ ഭൗതികങ്ങളായ ഗുണങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുന്നു. പക്ഷേ ഭൗതിക ദ്രവ്യങ്ങളായ കല്ലോ മരമോ ചായമോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭഗവത് രൂപം വാസ്തവത്തിൽ ഭൗതികമല്ല. പരമപുരുഷന്റെ നിരപേക്ഷ ഭാവമാണിത്. സാമാന്യമായൊരു ഉദാഹരണം പറയാം. തെരുവിൽ പലയിടത്തും തപാൽ പെട്ടികൾ കാണാം. ഇവയിൽ നമ്മൾ കൊണ്ടുപോയിടുന്ന കത്തുകൾ സ്വാഭാവികമായി നിഷ്പ്രയാസം ഉദ്ദിഷ്ട സ്ഥാനങ്ങളിലെത്തുന്നു. എന്നാൽ തപാൽ പെട്ടികളെന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പഴയ പെട്ടികളിലൂടെ ഈ പ്രക്രിയ നടത്താനാവില്ല. അങ്ങനെ അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹരൂപം ഈശ്വരനുമുണ്ട്. അതിനെ അർച്ചാവിഗ്രഹം എന്ന് പറയുന്നു. ഈ അർച്ചാവിഗ്രഹം പരമപുരുഷന്റെ അവതാരമാണ്. ഈശ്വരൻ അതിലൂടെ സേവനത്തെ സ്വീകരിക്കും. ഭഗവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ബദ്ധജീവാത്മാക്കൾക്ക് സൗകര്യപ്പെടുമാറ് അർച്ചാവിഗ്രഹമെന്ന തൻ്റെ അവതാരത്തിലൂടെ അദ്ദേഹത്തിന് ഭക്തന്റെ സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ താമസം വിന പരമപുരുഷനെ നേരിട്ട് സമീപിക്കാൻ ഭക്തന് പ്രയാസമില്ല. അവ്യക്തഗത മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്യമിക്കുന്നവരുടെ വഴി ദുർഘടങ്ങൾ നിറഞ്ഞതാണ്. അവർ അവ്യക്തമായ പരമതത്വത്തിൻ്റെ പ്രാതിനിധ്യത്തെ ഉപനിഷത്തുകൾ മുതലായ വൈദിക സാഹിത്യങ്ങളിൽ നിന്ന് പഠിച്ചറിയണം. ആ ഭാഷ പഠിക്കുകയും അതീന്ദ്രിയങ്ങളായ ഭാവങ്ങളെ ഗ്രഹിക്കുകയും ഈ പ്രക്രിയകളെയെല്ലാം സാക്ഷാത്കരിക്കുകയും വേണം. സാധാരണ മനുഷ്യന് ഒട്ടും എളുപ്പമല്ല ഇത്. കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ ഭഗവത് ദ്വൈഭവങ്ങൾ കേൾക്കുകയും വിശ്വാസ്യനായ ഒരു ആധ്യാത്മികാചാര്യൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിൽ പതിവായി പൂജാപ്രണാമങ്ങൾ നടത്തുകയും ഭഗവാന് നിവേദിച്ചതിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം നിഷ്പ്രയാസം ഭഗവത് സാക്ഷാത്കാരം നേടാം. വ്യക്തിശൂന്യവാദികൾ അതിവിഷമമായൊരു വഴിയാണ് ആവശ്യമില്ലാതെ സ്വീകരിക്കുന്നത് എന്നതിൽ സംശയമില്ല. എന്നിട്ടും അവസാനം നിരപേക്ഷ തത്വത്തിൻ്റെ സാക്ഷാത്കാരം അവർക്ക് സാധ്യമായില്ലെന്ന് വരാം. എന്നാൽ സഗുണോപാസകർക്ക് അത്തരം ക്ലേശങ്ങളൊന്നും കൂടാതെ ഭഗവാനെ സമീപിക്കാം. ഭഗവാന് സ്വയം സമർപ്പിക്കലാണ് മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഈ സമർപ്പണത്തിൻ്റെ പ്രക്രിയയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്.
അതിനു പകരം എന്താണ് ബ്രഹ്മം, ബ്രഹ്മമല്ലാത്തതെന്ത് എന്നെല്ലാം ഗ്രഹിക്കുവാൻ പാടുപെട്ടുകൊണ്ട് ജീവിതം ഒടുക്കുന്നതിൻ്റെ ദുഷ്ഫലത്തെപ്പറ്റി ഭാഗവതം പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്യന്തിക പ്രാപ്തിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുള്ളതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഈ ക്ലേശകരമായ വഴി സ്വീകരിക്കരുതെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ജീവസത്ത അനശ്വരനായ ഒരു ജീവാത്മാവാണ്. ആധ്യാത്മിക സമ്പൂർണതയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ മൗലിക പ്രകൃതിയിലെ സച്ചിത് ഭാവങ്ങളെ ആ ജീവാത്മാവ് സാക്ഷാത്കരിച്ചേക്കാം. ആനന്ദഭാവത്തെ അങ്ങനെ സാക്ഷാത്കരിക്കാനാവില്ല. ജ്ഞാനയോഗ പ്രക്രിയയിൽ വേണ്ടത്ര അറിവ് നേടിയ ആ അതീന്ദ്രിയവാദി ഏതെങ്കിലും ഒരു ഭക്തന്റെ അനുഗ്രഹത്താൽ ഭക്തിയോഗത്തിൻ്റെ ഭക്തിപൂർവകമായ സേവനത്തിൻ്റെ മുനമ്പിലെത്തിയെന്ന് വരാം. അപ്പോഴും വ്യക്തിശൂന്യവാദത്തെ ഏറെക്കാലം മാനിച്ചു പോന്ന അയാൾക്ക് ആ ആശയം ഉപേക്ഷിക്കാനാവാതെ പ്രയാസം നേരിടും. അങ്ങനെ ശരീരസ്ഥനായൊരു ജീവന് അവ്യക്തവുമായുള്ള ബന്ധം പരിശീലന വേളയിലും സാക്ഷാത്കാരത്തിലും കുഴപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓരോ ജീവാത്മാവും ഭാഗികമായി സ്വതന്ത്രനാണ്. ഈ അവ്യക്തമായ സാക്ഷാത്കാരം തൻ്റെ ആത്മീയ ആനന്ദഭാവത്തിനെതിരാണെന്ന് ഒരാൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രക്രിയ സ്വീകാര്യമല്ല. തികച്ചും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടേണ്ടുന്ന കൃഷ്ണാവബോധത്തിൻ്റെ വഴിയാണ് ഏതൊരു ജീവാത്മാവിനും ഉത്തമമായ മാർഗം. ഭക്തിയുത സേവനത്തെ അവഗണിക്കൽ നാസ്തികത്വത്തിലേക്ക് നയിച്ചേക്കും. ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവ്യക്തവും അചിന്ത്യവും ഇന്ദ്രിയ ഗോചരമല്ലാത്തതുമായ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ ഒരു കാലത്തും വിശേഷിച്ചും ഇക്കാലത്ത് പ്രോത്സാഹിപ്പിച്ചുകൂടാ. കൃഷ്ണൻ ഇത് ഉപദേശിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.